എന്റെ ദേവി, നാരായണ റെഡ്ഡിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തി തരണേ. എങ്കിൽ നിന്റെ മുന്നിൽ ഞാൻ 101 തേങ്ങ ഉടയ്ക്കാം. ഇത് 15ാമത്തെ പെണ്ണ് കാണില്ല. ഈ പെണ്ണെങ്കിലും ഇഷ്ടപ്പെടുന്നു പറയണം. നിങ്ങൾ തന്നെ എല്ലാരും എണ്ണത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നയൻതാരയാണ് റിജക്ട് ചെയ്തത്. അവര് ഫോട്ടോയിൽ കാണിച്ചത് ഈ പെണ്ണിനെ, പക്ഷെ നേരിട്ട് കാണിച്ചതോ യു ഗൈസ് കാൻ ചീറ്റ് മീ. ഓക്കേ, എല്ലാരും ഭയങ്കര ടെൻഷനില്ല. ഞാൻ മട്ടൻ കറി ഉണ്ടാക്കിയല്ലോ. ശരിക്കും ആ പെണ്ണിന് അത്രയ്ക്ക് സൗന്ദര്യമുണ്ടോ? ഹായ് ബേബി. എനിക്കിപ്പോ എന്താ തോന്നുന്നറിയോ, RCB ഫാൻ കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ, അതേപോലെ നിന്റെ മെസ്സേജിനും കോളിനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഐ ലവ് യു ബേബി. നീ കല്യാണം കഴിക്കില്ല, എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല. അത്രേ. ദിവ്യ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ സൂപ്പർവൈസറാണ്. ഹലോ, നിങ്ങൾ എന്താ ഇമാജിനേഷനിലെ PhD വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാതെ പിന്നെന്താ, നിങ്ങൾ തന്നെ സ്വയം ഓരോന്ന് ആലോചിച്ച് സ്വയം ഒരു തീരുമാനം എടുത്താ എങ്ങനെയാ? നിങ്ങളുടെ ടൗണിലെ സുമന്ത് ഫാൻസി സ്റ്റോറില്ലേ? ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടോ? ഉണ്ടല്ലോ. അതിനെന്താ? നിന്റെ ചിരിയുണ്ടല്ലോ, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ കണ്ണു വെക്കാതിരിക്കാൻ വേണ്ടി. എടാ നാരായണ റെഡ്ഡി, ആദ്യം ആ കുട്ടിയുടെ മനസ്സിൽ നീ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കേ. പോ. ഞാൻ അവനെങ്ങും മറന്നേക്കാ അച്ഛാ. അത് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, നിന്റെ കണ്ണുകൾ എനിക്ക് കാണണം. തനത്തെ കളിയാക്ക. ഇത്രയും നാളും തനത്ത് തമാശയാണെന്ന് വിചാരിച്ച, പക്ഷെ ശരിക്കും അവളെ കൂട്ടിക്കൊണ്ടതിനെ നാണം കെടുത്തെന്ന് വിചാരിച്ചില്ല. എന്താടാ എന്റെ മോളെ ഭീഷണിപ്പെടുത്താതെ? എത്ര വലിയ പ്രശ്നം വന്നാലും ശരി, നിനക്ക് ഞാനുണ്ടാവും, എനിക്ക് നീ ഉണ്ടാവും എന്നും പറഞ്ഞ അവസാനം വരെ നിൽക്കില്ലേ? അതാണടാ ശരിക്കുള്ള പ്രണയം.